ബി.ജെ.പി. പൊതുസമ്മേളനത്തിൽ മിഷൻ കേരളയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒന്നും നടത്താതെ ഇടതു വലത് മുന്നണികളെ മോദി ഒരുപോലെ കടന്നാക്രമിച്ചു. മാറ്റത്തിന് ബി.ജെ.പിക്കൊപ്പം നിൽക്കണമെന്നും ആവർത്തിച്ചു. യു.ഡി.എഫിനും എൽ.ഡി.എഫിനും കൊടിയും ചിഹ്നവും രണ്ടാണെങ്കിലും അജണ്ട ഒന്ന് തന്നെയെന്ന് മോദിയുടെ കുറ്റപ്പെടുത്തൽ. കേരളത്തിലെ ജനം വികസനം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരുടെ അഡ്ജസ്റ്റ്മെന്റ് ഭരണം അവസാനിപ്പിക്കണമെന്നും ബുദ്ധിപൂർവ്വം ചിന്തിക്കണമെന്നും നരേന്ദ്രമോദി. एलडीएफ और यूडीएफ इन दोनों के झंडे अलग है, सिंबल अलग है, लेकिन इनकी पॉलिटिक्स, इनका एजेंडा एक ही है. झंडा अलग है, एजेंडा एक है. फुल करप्शन, जीरो अकाउंटेबिलिटी, फुल कम्युनलिज्म, जीरो रिस्पॉन्सिबिलिटी. एलडीएफ और यूडीएफ को पता है कि 5 या 10 साल बाद उन्हें ही मौका मिलता है. इसलिए यहां सरकार तो बदलती है, लेकिन सिस्टम वही रहता है. अब आपको सही मायने में नई सरकार बनानी है. केरला के लिए प्रो पीपल, प्रो डेवलपमेंट सरकार बनानी है. और ये काम बीजेपी, एनडीए यही कर सकती है. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. പ്രശാന്ത്, വമ്പൻ വാഗ്ദാനങ്ങളില്ല, പ്രഖ്യാപനങ്ങളില്ല. പക്ഷേ നിലവിൽ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും സജീവ ചർച്ച അത് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. അത് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ സ്വർണം കട്ടത് മുതൽ ഇങ്ങോട്ട് മോദിയുടെ ഗ്യാരണ്ടിയാണ് കൊള്ളക്കാരെ കൂട്ടിലടയ്ക്കുമെന്നുള്ളത്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് ഇന്ന് പ്രധാന ഒരു പ്രഖ്യാപനമായി നമ്മൾ കേട്ടത്. ആര്യ, 3 മണിക്കൂർ നീണ്ട തിരുവനന്തപുരം സന്ദർശനം അവസാനിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങുകയാണ്. ഈ 3 മണിക്കൂർ നീണ്ട ചടങ്ങിൽ 2 പരിപാടിയിലാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. പുത്തരിക്കണ്ടം മൈതാനിയിലെ 2 വേദിയിൽ. ഒന്ന് വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അടക്കമുള്ള പരിപാടി. രണ്ടാമത്തെ പരിപാടിയായിരുന്നു ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പരിപാടി. അതിൽ ഏറ്റവും പ്രധാനമായും തിരുവനന്തപുരത്തെ ബി.ജെ.പിക്ക് നഗരസഭാ ഭരണം കിട്ടിയ ശേഷമുള്ള വലിയ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചെങ്കിലും അത്തരമൊരു പ്രഖ്യാപനത്തിലേക്ക് പ്രധാനമന്ത്രി പോയില്ല. പക്ഷേ മാറാത്തതിന് മാറുമെന്ന് തിരുവനന്തപുരത്തുകാരോട് മോദി പറയുകയാണ്. മാത്രമല്ല, തിരുവനന്തപുരം രാജ്യത്തിന്റെ തന്നെ ഒരു മാതൃകാ നഗരമാക്കി മാറ്റുമെന്ന പ്രഖ്യാപനം, അതിന് എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നുവെന്ന ഉറപ്പ് പ്രധാനമന്ത്രി നൽകുകയുണ്ടായി. മാത്രമല്ല, കേരളത്തിന്റെ തലവര മാറ്റാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് എൽ.ഡി.എഫും യു.ഡി.എഫും കേരളത്തെ തകർത്തു. എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും കൊടിയിൽ മാത്രമാണ് മാറ്റം. അജണ്ട ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വശത്ത് കടപ്പാടില്ലാത്ത, ഒരു വശത്ത് അഴിമതിയും വർഗീയതയും മാറി മാറി ഭരിക്കാൻ അവസരം. അതിനുവേണ്ടിയാണ് ഇരു കൂട്ടരും ശ്രമിക്കുന്നത്. കേരളത്തിന് വേണ്ടത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ്, എൻ.ഡി.എ സർക്കാരാണ്. എന്നാൽ മാത്രമേ 25 വർഷം കൊണ്ട് കേരളം വികസിക്കൂ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. അപ്പോഴും തിരുവനന്തപുരത്ത് ഏത് തരത്തിലുള്ള ഒരു വികസനമാണ് മുന്നോട്ട് വയ്ക്കാൻ പോകുന്നതെന്ന പ്രഖ്യാപനമുണ്ടായില്ല. അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും തന്നെ പ്രധാനമന്ത്രി ഇന്ന് നടത്തുകയും ചെയ്തില്ല. അതേസമയം തന്നെ കേരളത്തിലെ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുന്ന, ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചയായി മാറുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ചത് ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം മോഷ്ടിക്കപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ബി.ജെ.പി. അധികാരത്തിൽ വന്നാൽ കള്ളന്മാരെ മുഴുവൻ ജയിലിലാക്കും, അത് മോദിയുടെ ഗ്യാരണ്ടിയാണെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകുകയാണ്. അതിനപ്പുറത്തേക്ക് മറ്റു പരാമർശങ്ങളിലേക്ക് പ്രധാനമന്ത്രി പോയുമില്ല. എന്നാൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കാൻ പ്രധാനമായും ശ്രമിച്ചത് കോൺഗ്രസ് മുസ്ലിം ലീഗ് മാവോവാദി പാർട്ടിയായി മാറിയിരിക്കുന്നു, MMC എന്നാണ് പ്രധാനമന്ത്രി പരിഹസിച്ചത്. അതായത് ലീഗിനെക്കാളും വലിയ വർഗീയവാദം, മാവോയിസ്റ്റുകളെക്കാളും വലിയ കമ്മ്യൂണിസം, ഈ 2 വിഷയങ്ങൾ ഉന്നയിച്ചാണ് പ്രധാനമന്ത്രി വിമർശിച്ചത്. ഇതോടൊപ്പം തന്നെ ബി.ജെ.പിയെ ഓർമ്മിപ്പിച്ചത് 1987 അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റി ഭരണം നേടുന്നത് വരെ ബി.ജെ.പി. ഗുജറാത്തിൽ തോൽവിയെ മാത്രം ഏറ്റുവാങ്ങുന്ന ഒരു പാർട്ടിയായിരുന്നു. അവിടെ നിന്ന് ബി.ജെ.പി
ഗുജറാത്തിൽ തുടർ ഭരണത്തിലേക്ക് കാലങ്ങളായി തുടർ ഭരണത്തിലേക്ക് എത്തിയതിന്റെ ചരിത്രം ഓർമ്മിപ്പിച്ചാണ് പ്രധാനമന്ത്രി കേരളത്തിലെ BJP നേതാക്കളെയും പ്രവർത്തകരെയും ആവേശം കൊള്ളിച്ചത്. ഏതായാലും വലിയ പ്രഖ്യാപനങ്ങൾ ഇന്നത്തെ ഈ പരിപാടിയിൽ ഉണ്ടായില്ല. അതേസമയം തന്നെ ഭരണമുണ്ടായാൽ കേന്ദ്രം ഒപ്പമുണ്ടാകും, അല്ലെങ്കിൽ കേന്ദ്രത്തിന്റെ എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന വലിയ സൂചനയും അദ്ദേഹം ഇന്നത്തെ ഈ പരിപാടിയിൽ പറയുകയുണ്ടായി. എന്തായാലും ഒരു ഏറ്റവും പ്രധാന റെയിൽവേ വികസനവും അതുപോലെ തന്നെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ഭഗവാന്റെ സ്വർണം, ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ചവരെ ഒരാളെയും വെറുതെ വിടില്ല. കേരളത്തിൽ BJP അധികാരത്തിൽ വന്നാൽ എല്ലാ കുറ്റക്കാരെയും അകത്താക്കും, ജയിലിനകത്താക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി. അത് മോദിയുടെ വാക്കെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട പ്രതികരണം കൂടി കേട്ടിട്ട് ഞാൻ പ്രശാന്തിലേക്ക് മടങ്ങി വരാം. एनडीए सोच गए भगवान अयप्पा के प्रति पूरे देश के लोगों की, हम सबकी अगाध आस्था है, लेकिन एलडीएफ सरकार ने सबरीमला मंदिर की परंपराओं को नुकसान पहुंचाने में कोई कसर नहीं छोड़ी है. अब यहां गोल्ड के चोरी होने की खबरें आ रही है. मंदिर में से, भगवान के पास से गोल्ड की चोरी, सोने की चोरी. मैं एक बात स्पष्ट कहना चाहता हूं, यहां BJP सरकार बनते ही आरोपों की पूरी जांच होगी और दोषियों की जगह जेल में होगी, और ये मोदी की गारंटी है. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ആയി ബന്ധപ്പെട്ടാണ് പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ സ്വത്ത് മോഷ്ടിച്ച എല്ലാവരും BJP അധികാരത്തിൽ വന്നാൽ അകത്താകുമെന്നുള്ളതാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കാണ്, ഗ്യാരണ്ടിയാണെന്നാണ് പറയുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ സമയം ഒന്ന് ഇത്രയും കാലം കേരളം ഭരിച്ച ഇടതു വലത് മുന്നണികൾക്കെതിരായ വിമർശനം, മറ്റൊന്ന് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് തന്നെയാണ്. വികസിത ഭാരതം, വികസിത കേരളം, അതാണ് BJPയുടെ സ്വപ്നവും ലക്ഷ്യവും. തിരുവനന്തപുരം നഗരത്തെ രാജ്യത്ത് തന്നെ ഏറ്റവും മാതൃകാ നഗരമാക്കി മാറ്റുമെന്ന വാഗ്ദാനവും നൽകുന്നുണ്ട്. പ്രശാന്ത് കൃഷ്ണയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രശാന്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു വലിയ പ്രധാനമന്ത്രി വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിലേക്ക് BJP കടക്കുന്നു. അപ്പം ഇന്നത്തോടുകൂടി ഇനി എങ്ങനെ 2026 തെരഞ്ഞെടുപ്പിനെ BJP ഉറ്റുനോക്കുന്നു? അതിലേക്ക് BJPയുടെ നീക്കങ്ങൾ എന്തായിരിക്കും? ശബരിമല തന്നെ ആയിരിക്കും പ്രധാനപ്പെട്ട അജണ്ട എന്നുള്ളത് ഇന്നത്തോടെ വ്യക്തമാവുകയല്ലേ? തീർച്ചയായും ശബരിമല തന്നെയാണ് പ്രധാന അജണ്ട. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അയ്യപ്പ വിഗ്രഹം നൽകിയാണ് അദ്ദേഹത്തെ വേദിയിൽ BJP നേതാക്കൾ സ്വീകരിച്ചത്. അപ്പോൾ ശബരിമല തന്നെയാണ് BJPയുടെ അജണ്ട ഒന്ന്. അത് മാത്രമല്ല, ഒരു വശത്ത് UDF-നെയും LDF-നെയും കടന്നാക്രമിക്കാൻ UDF-ഉം LDF-ഉം ജമാഅത്തെ ഇസ്ലാമി SDPI ബന്ധം തുടങ്ങിയ വിഷയങ്ങളും ഉന്നയിക്കുന്നുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ ഒരു ഡിവിഷൻ ഉണ്ടാകുന്നു. ഒരു വശത്ത് BJP ലക്ഷ്യമിടുന്നത് BJPയുടെ അടിസ്ഥാന ഹിന്ദു വോട്ടുകളാണ്. അതേസമയം തന്നെ LDF-ഉം ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയം UDF-നെതിരെ ഉന്നയിച്ച LDF-നൊപ്പം നിൽക്കുന്ന പരമ്പരാഗത ഭൂരിപക്ഷ വോട്ടുകൾ പിടിച്ചു നിർത്താനുള്ള വലിയ തന്ത്രം പയറ്റുകയാണ്. അതുകൊണ്ടാണ് BJP അത്തരത്തിൽ LDF അത്തരമൊരു നീക്കം നടത്തുമ്പോൾ അത് BJPക്ക് വലിയ ക്ഷീണമുണ്ടാകും. BJPയിലേക്ക് LDF-ൽ നിന്ന് ഭൂരിപക്ഷ വോട്ടുകൾ ഒഴുകിയെത്തുന്നത് തടയപ്പെടും. അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ പല വിഷയങ്ങളുടെ പേരിൽ BJPയിലേക്ക് പോയ വോട്ടുകൾ തിരിച്ചു പോകാനുള്ള അവസരമുണ്ടാകും. അപ്പോൾ ഇതെല്ലാം കണക്കുകൂട്ടി തന്നെയാണ് LDF അത്തരമൊരു തന്ത്രം പയറ്റുന്നത്. സ്വാഭാവികമായും ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് BJP ജമാഅത്തെ ഇസ്ലാമി ബന്ധത്തിലാണ് UDF-ഉം LDF-ഉം എന്ന വിഷയം ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള LDF-നെതിരെ മാത്രമല്ല BJP കടന്നാക്രമണത്തിൽ ഉപയോഗിക്കുന്നത്. അതേസമയം തന്നെ ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സോണിയാഗാന്ധിക്കെതിരെയും എല്ലാം കടന്നാക്രമണം നടത്തുന്നു. അപ്പോൾ ശബരിമല വിഷയത്തിൽ UDF-ഉം LDF-ഉം ഒരേ സമയം കുറ്റക്കാരാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ LDF-ഉം UDF-ഉം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ശബരിമല സ്വർണ്ണക്കൊള്ള തന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
BJPയുടെ പ്രധാനപ്പെട്ട തന്ത്രം അല്ലെങ്കിൽ അജണ്ട എന്നുള്ളത് വ്യക്തമാണ്. പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത് 2 ശാസ്താവിന്റെ വിഗ്രഹങ്ങൾ നൽകിയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റക്കാരെ എല്ലാം അകത്താക്കും, BJP കേരളത്തിൽ അധികാരത്തിൽ വന്നുള്ളത് മോദിയുടെ ഗ്യാരണ്ടി എന്നുകൂടി പറഞ്ഞാണ് മോദി പ്രസംഗം അവസാനിപ്പിച്ചത്.